മലബാർ കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്ന് വിശ്വഹിന്ദു പരിഷത്ത്. മലപ്പുറം ജില്ലാ വിഭജനത്തിനു പകരം കോഴിക്കോടോ മലപ്പുറമോ തലസ്ഥാനമാക്കി കേന്ദ്രഭരണ പ്രദേശം വരണം. വികസന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ കേന്ദ്രഭരണ സംവിധാനം സഹായിക്കും. ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാക്കിയതിന് സമാനമായ നടപടി വേണമെന്നും VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ ആവശ്യപ്പെട്ടു. ഗോകുൽ രമേശ് ചേരുന്നു വാർത്തയുടെ വിവരങ്ങളുമായി. ഗോകുൽ, മലബാർ കേന്ദ്രഭരണ പ്രദേശമാക്കണം എന്നാണല്ലോ വിശ്വഹിന്ദു പരിഷത്ത് ആവശ്യപ്പെടുന്നത്. എന്തെല്ലാം കാരണങ്ങളാണ് ഇതിന് പിറകിലുണ്ട് എന്നാണ് വിശ്വഹിന്ദു പരിഷത്ത് ചൂണ്ടിക്കാട്ടുന്നത്? രോഹിണി, ഇന്നലെ VD സതീശൻ സർക്കാരിൻ്റെ സംസ്ഥാന ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബജറ്റിൽ ജില്ലകളുടെ വിഭജനത്തിന് വേണ്ടി ഒരു കമ്മീഷനെ നിയമിക്കുമെന്നുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നിൽ ഉള്ള കാര്യം എല്ലാവർക്കും കൃത്യമായിട്ട് വ്യക്തമാണ്. അതായത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിസ്റ്റ് ശക്തികളുടെ ആവശ്യമാണ്, ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ് മലപ്പുറം ജില്ലയെ വിഭജിക്കണം എന്നുള്ളൊരു ആവശ്യം. ആ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു പ്രഖ്യാപനമാണ് ബജറ്റിൽ VD സതീശൻ നടത്തുകയുണ്ടായത്. ഈ പ്രഖ്യാപനം വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വളരെ നിർണായകമായിട്ടുള്ള ഒരു ആവശ്യവുമായിട്ട് വിശ്വഹിന്ദു പരിഷത്ത് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് മലപ്പുറം ജില്ലയുടെ വിഭജനമല്ല ഉണ്ടാകേണ്ടത്, മുഴുവൻ മലബാറും കേന്ദ്രീകരിച്ചുകൊണ്ടൊരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയാണ് വേണ്ടത് എന്നുള്ള ആവശ്യമാണ് VHPയുടെ ഭാഗത്തു നിന്നും പ്രധാനമായിട്ടും ഉയർന്നിരിക്കുന്നത്. വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിലാണ് ഈ ആവശ്യവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലല്ല, വികസനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലകൾ വിഭജിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് VD സതീശൻ പ്രസ്താവിച്ചിരുന്നത്. അങ്ങനെയാണ്, വികസനമാണ് കാഴ്ചപ്പാടെങ്കിൽ, വികസനമാണ് ഇതിൻ്റെ പ്രധാന മാനദണ്ഡമെങ്കിൽ അത് മുഴുവൻ മലബാർ മേഖലയ്ക്കും ആവശ്യമാണ്. കേവലം മലപ്പുറത്തിന് മാത്രമല്ല, കണ്ണൂരും കാസർഗോഡും ഒക്കെ ഉൾപ്പെടുന്ന, വയനാടൊക്കെ ഉൾപ്പെടുന്ന മലബാർ മേഖലയിൽ വലിയ വികസന മുരടിപ്പുണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയാണെങ്കിൽ വികസന മുന്നേറ്റം ഈ പ്രദേശത്താകെ ഉണ്ടാകുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന രാജ്യവിരുദ്ധ ശക്തികളുടെ ഒത്തുചേരലൊക്കെ ഒഴിവാക്കുവാനായിട്ടും ഇത് സാധിക്കും. പ്രത്യേകിച്ച് തീവ്രവാദ ഇടപാടുകളും അതോടൊപ്പം തന്നെ കടൽ കടന്നു വരുന്ന, കടൽ മാർഗം വരുന്ന ഇത്തരത്തിൽ വിധ്വംസക ശക്തികളുടെയൊക്കെ ഇടപെടലൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയുണ്ടാകും. രാജ്യത്തിൻ്റെ തന്നെ അതീവ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു മേഖലയാണ് ഈ മലബാർ മേഖല എന്ന് പറയുന്നത്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രഭരണ പ്രദേശം ഉണ്ടാവുകയാണെങ്കിൽ സുരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ വികസനത്തിനും അടക്കം അത് വലിയ മുതൽക്കൂട്ടാകും. പ്രത്യേകിച്ച് ആരോഗ്യം, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം, അവിടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലടക്കം വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് VHP ഉന്നയിച്ചിരിക്കുന്നത്. VHPയുടെ വരാൻ പോകുന്ന സമ്മേളനങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളടക്കം കൃത്യമായിട്ട് പാസ്സാക്കുമെന്നും VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ ചർച്ച അല്ലെങ്കിൽ ഈ വിഷയം കൂടുതൽ ചർച്ചയാക്കും. ഒപ്പം കേന്ദ്രത്തെ ഈ നിലപാടും ഈ ആവശ്യവും അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും VHP അറിയിച്ചിട്ടുണ്ട്. ശരി, ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.